തിരുവനന്തപുരം വിതുരയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വിതുര സ്വദേശി ബിനുവാണ്. ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടും ആംബുലൻസ് വിടാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല. ആംബുലൻസ് തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മരിച്ച ബിനുവിൻ്റെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. ആദ്യം ആ വാക്കുകൾ കേൾക്കാം. ഒരു 2:30 മണി വരെ ആവും. ഇപ്പോൾ വിതുരയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ആദിവാസി മേഖല. അവിടെ സമയത്തിന് വാഹനങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ബിനു അസറ്റ് കഴിച്ചു എന്ന് വെച്ചുകൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ ഒരു ഓട്ടോയിൽ വിളിച്ച് വിതുര ഹോസ്പിറ്റലിൽ എത്തിച്ചു. വിതുര ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടുത്തെ പ്രാഥമിക ചികിത്സ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തന്നെ ഡോക്ടർമാർ പറഞ്ഞ് അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. 108 വാഹനം അപ്പോഴത്തന്നെ 108 വാഹനം അവരെ തന്നെ ആശുപത്രി പ്രവർത്തകർ അടിയന്തരമായി അവർ ആംബുലൻസ് റെഡിയാക്കി തന്നു. പക്ഷേ ഈ ആംബുലൻസ് റെഡിയാക്കി തരുന്നതിനോടൊപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെ വിതുര മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ ആംബുലൻസിന് കുറുക്കെ നിന്ന് ആംബുലൻസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ 10-20 മിനിറ്റോളം അവർ പ്രതിഷേധം നടത്തുകയും ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും അവർ ഇത് വിസമ്മതിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ വരുമ്പോഴേ 20 മിനിറ്റിനുള്ളിൽ ബിനുവിനെ അവിടെ എത്തിച്ചിരുന്നുവെങ്കിൽ ഇവരെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിതുരത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ്, മണ്ഡലം കോൺഗ്രസ്സുകാരാണ്. അതിന് ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാകണം. നിയമപരമായി അവരെ ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക്. ഞാൻ പൊതുപ്രവർത്തകനാണ്, അഖിലേന്ത്യാ ആദിവാസി മഹാസഭയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇത് സംഘടനാപരമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. തീർച്ചയായും വളരെ ക്രൂരതയാണ് ഇന്ന് വിതുരയിൽ കോൺഗ്രസ് പ്രവർത്തകർ കാട്ടിയത്. കാരണം മണ്ഡലം പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്, ആംബുലൻസ് തടഞ്ഞത്. നോക്കൂ, രോഗിയുമായി മരണാസന്നനായ ഒരു രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായി ആംബുലൻസിൽ പായുന്ന ഘട്ടത്തിലാണ് ആ ആംബുലൻസിന് കുറുകെ കൊടിയും പിടിച്ച് നിൽക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ കണ്ടാൽ അറിയാം. ആ ആംബുലൻസിന് മുമ്പിലേക്ക് വളരെ അഭിമാനത്തോടു കൂടി കൊടി പിടിച്ചാണ് കോൺഗ്രസ്സുകാർ നിൽക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവൻ അതിനകത്ത് പിടയുന്ന നേരത്തും. നിർഭൻ ചക്രവർത്തി ചേരുന്നു. നിർഭൻ, നമുക്കറിയാം ഏത് അപകടങ്ങളിലും ആദ്യത്തെ ഗോൾഡൻ അവേഴ്സ് എന്ന നിമിഷങ്ങളുണ്ട്. ആ സമയമാണ് ജീവൻ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ള സമയമാണ് ആ ആംബുലൻസിൽ ആ യുവാവിന്, ബിനു എന്ന ആദിവാസി യുവാവിന് നഷ്ടമായത്. നോക്കൂ, അയാൾ മരണത്തോട് മല്ലിടുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ജീവിതത്തിലേക്ക് എത്തിക്കാം എന്ന രീതിയിൽ ആംബുലൻസ് ഡോക്ടർമാർ വിളിക്കുന്നു, ഏർപ്പാടാക്കുന്നു. ആ ആംബുലൻസ് നീങ്ങുന്ന വേളയിലാണ് അങ്ങനെ തടയുന്നത് കോൺഗ്രസ്സുകാർ. കൊടിയും പിടിച്ച് വലിയ ഏതോ പ്രവൃത്തി ചെയ്യുന്ന പോലെയാണ് അവർ നിൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് ബോധ്യമാകും. എന്തൊക്കെയാണ് നിർഭ ഇന്ന് നടന്നത്? വിതുരയിൽ കോൺഗ്രസ്സുകാരുടെ ക്രൂരത. ആംബുലൻസിന് മുന്നിൽ രോഗിയുമായി, അതും അതിതീവ്രാവസ്ഥയിലുള്ള ഒരു രോഗിയുമായി പോകുന്ന ആംബുലൻസിന് മുന്നിൽ ആംബുലൻസ് തടഞ്ഞ് ഏതാണ്ട് 25 മിനിറ്റോളം തടഞ്ഞിടുന്ന സംഭവം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്നാണ് അത്തരത്തിൽ, മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് സംഘമാണ് അത്തരത്തിൽ ക്രൂരത കാട്ടിയത്. ഈ മരിച്ച ആദിവാസി യുവാവ് ബിനുവിൻ്റെ ബന്ധുക്കളടക്കമുള്ളവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, കേണപേക്ഷിച്ചു. എന്നിട്ടും ആംബുലൻസ് വിടാൻ കോൺഗ്രസ്സുകാർ ആദ്യം തയ്യാറായില്ല. 25 മിനിറ്റുകൾക്ക് ശേഷമാണ് ആംബുലൻസിൻ്റെ മാർഗതടസ്സം ഒഴിവാക്കിയത്. നിർഭൻ ചേരുന്നു. നിർഭ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാനുള്ളത്? വലിയ ക്രൂരതയാണ് ഇന്ന് കോൺഗ്രസ്സുകാർ കാട്ടിയത്. തീർച്ചയായും അജിംഷാദ്, വളരെ ദുഃഖകരവും അതോടൊപ്പം തന്നെ പ്രതിഷേധാർഹവുമായിട്ടുള്ള ഒരു നടപടിയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവിടെയുള്ള മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ അടക്കം വരുന്ന കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ് ഈ ആംബുലൻസിന്റെ തടസ്സം സൃഷ്ടിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രോഗിയെ അതിഗുരുതരമായ അവസ്ഥയിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ വിതുര ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശം നൽകുന്നു. അവർ തന്നെ അടിയന്തരമായി ആംബുലൻസ് ആശുപത്രിയിൽ നിന്ന് സജ്ജീകരിച്ച് ആംബുലൻസിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ബിനുവിന്റെ സഞ്ചരിക്കാനുള്ള ആംബുലൻസിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. മാത്രമല്ല, ബന്ധുക്കൾ ഇവരുമായി നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ അതീവ ഗുരുതരമാണ്, ഡോക്ടർമാർ പറഞ്ഞതാണ്, പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന കാര്യം ഇവരോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവർ ഈ ആംബുലൻസിന്റെ മുന്നിൽ നിന്ന് മാറാൻ
തയ്യാറായില്ല. ഏകദേശം 20 മുതൽ 25 മിനിറ്റ് വരെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടന്നു എന്നതാണ്. മാത്രമല്ല ഈ ആംബുലൻസിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി ആവശ്യപ്പെട്ട ആശുപത്രിയുടെ ജീവനക്കാർക്കെതിരെ അസഭ്യം പറയുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വസ്തുതാപരമാണ്. പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകി. ബന്ധുക്കൾ പറയുന്നത് തങ്ങളുടെ ഈ ജീവൻ, ബിനുവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 20-25 മിനിറ്റോളം ഇവിടെ ആശുപത്രിയിൽ തടസ്സം സൃഷ്ടിക്കുന്നു. അവിടെ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് എത്തുമ്പോഴും ബിനുവിന് പൂർണ്ണമായ ഓർമ്മയും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാണെങ്കിൽ തന്നെയും ഓർമ്മ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ബിനു മരണപ്പെടുന്നത്. പക്ഷേ ബന്ധുക്കളുടെ ആരോപണം ഇങ്ങനെ നേരത്തെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നതാണ്. പക്ഷേ തീർച്ചയായും അത് അങ്ങനെ കഴിയുമായിരുന്നു. കാരണം ഡോക്ടർമാർ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള അതിതീവ്രമായ രോഗികൾക്ക് നൽകേണ്ടത് ഒക്കെ ആദ്യം നൽകി. പിന്നീട് 25 മിനിറ്റാണ് അവിടെ കിടക്കേണ്ടി വന്നത്. ആ സമയത്തിനുള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു. 25 മിനിറ്റുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗോൾഡൻ ടൈമാണ്. അത് ശാസ്ത്രീയമായി തന്നെ ആ സമയങ്ങളെ ഗോൾഡൻ ടൈം എന്നാണ് രേഖപ്പെടുത്തുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സമയമാണ് അവിടെ കോൺഗ്രസ്സുകാർ തടഞ്ഞു കളഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ബിനുവിൻ്റെ ജീവൻ നഷ്ടമായതെന്ന് തന്നെ പറയാം. അത് ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ നിർഭ. ബന്ധുക്കൾ എല്ലാവരും, ബിനുവിന്റെ അനുജൻ അടക്കമുള്ള ബന്ധുക്കൾ, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ആളടക്കം, മനോഹരൻ കാണി അടക്കം നമ്മളോട് പറഞ്ഞത്, കൈരളി ന്യൂസിനോട് പറഞ്ഞത് തന്നെയാണ്. ഗുരുതരമായ കുറ്റകൃത്യമാണ്. മനഃപൂർവമായ നരഹത്യക്ക് ഇവർക്കെതിരെ കേസെടുക്കണമെന്നതാണ്. ആ പ്രദേശത്ത് ഈ ആശുപത്രിയുടെ സൗകര്യങ്ങളും സ്ഥിതിയൊക്കെ അറിയാവുന്ന കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഒരു ആംബുലൻസിൽ ഒരു രോഗിയെ ഗുരുതരമായി ഈ വിഷം ഉള്ളിൽ ചെന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഒരു ആശുപത്രിയിൽ നിന്ന് വിതുരയിൽ നിന്ന് ആദ്യ പ്രാഥമിക ശുശ്രൂഷയൊക്കെ നൽകി അടിയന്തരമായി പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ആംബുലൻസിലേക്ക് അവർ സജ്ജീകരിച്ച ആംബുലൻസിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഇവർ കുടിയുമായി എത്തി ആംബുലൻസിന്റെ മുന്നിൽ കയറി നിൽക്കുന്നത് മാത്രമല്ല ഈ ജീവനക്കാർക്കെതിരെ വളരെ മോശമായ പരാമർശം നടത്തുന്നു. ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായി. ഏകദേശം 20-25 മിനിറ്റോളം ഇതിനുള്ള പ്രധാനപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. മാത്രമല്ല ഈ ജീവനക്കാരുടെ മാത്രമല്ല ഡോക്ടർമാരുടെ അഭ്യർത്ഥന പോലും പരിഗണിച്ചില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവസാനം ഗത്യന്തരമില്ലാതെ അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ 25 മിനിറ്റ് ശേഷമാണ് ആംബുലൻസിന് അവിടെ നിന്ന് പുറപ്പെടാനായത്. കേരളത്തിലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട കാര്യമാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ വിശദീകരണമായി വന്നിട്ടുള്ളത് അത് ഈ ആംബുലൻസിനെ തങ്ങൾ തടസ്സപ്പെടുത്തിയില്ല, തങ്ങൾ അവിടെ പ്രതിഷേധിച്ചു. പക്ഷേ പ്രതിഷേധിച്ചത് ആംബുലൻസിനെ തടസ്സപ്പെടുത്തി മാർഗ തടസ്സം ഉണ്ടാക്കിയല്ല എന്നതാണ് കോൺഗ്രസിന്റെ. പക്ഷേ ദൃശ്യങ്ങളുണ്ട്, ചിത്രമുണ്ട്, അവർ തർക്കിക്കുന്നതുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിർവൻ നൽകിയ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആശുപത്രി അധികൃതരുമായി തർക്കിക്കുന്നത്, ബന്ധുക്കളുമായി തർക്കിക്കുന്നതൊക്കെ കോൺഗ്രസ്സുകാർ ആംബുലൻസ് തടഞ്ഞു വെച്ചുകൊണ്ട്. അല്ലേ നിർവൻ? തീർച്ചയായും ആ ദൃശ്യങ്ങളിൽ തന്നെ എല്ലാം വ്യക്തമാണ്. കാര്യം ബന്ധുക്കൾ വെറുതെ ആരോപിക്കുന്നതല്ല. ആംബുലൻസിനെ തടസ്സപ്പെടുത്തിയതിന്റെ, ആംബുലൻസിന്റെ മുന്നിൽ പൊടികുത്തി പൂർണ്ണമായി തടസ്സമുണ്ടാക്കി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. മാത്രമല്ല ജീവനക്കാരോട് വളരെ മോശം പെരുമാറ്റം ഉണ്ടാകുന്നു. അവരെ പൂർണ്ണമായി മാർഗതടസ്സം ഉണ്ടാക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ബിനുവിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം ഈ ബന്ധുക്കൾ നടത്തുമ്പോൾ, ആശുപത്രി അധികൃതർ നടത്തുമ്പോൾ അതിനെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ വിതുരയിൽ മാറി എന്നതാണ്. അതുകൊണ്ട് ആംബുലൻസിനെ തടഞ്ഞില്ല എന്ന കാര്യം അവർ പറയുന്നത് ന്യായമല്ല. കാരണം പൂർണ്ണമായി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൈരളി ന്യൂസ് ഈ വാർത്തകൾ പുറത്തുവിട്ടത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ബന്ധുക്കളുടെ ആരോപണം. അല്പ നിമിഷങ്ങൾക്കകം പട്ടികജാതി പിന്നോക്ക വകുപ്പ് മന്ത്രിയായിട്ടുള്ള OR കേളു ബിനുവിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കുന്നുണ്ട്. അല്പ നിമിഷങ്ങൾക്കകം അദ്ദേഹം അവിടെ സന്ദർശിച്ച ശേഷം ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം സർക്കാരിന്റെ നടപടികൾ സംബന്ധിച്ച് വിശദീകരണം നൽകും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ശക്തമായ നടപടി വേണം, ഇടപെടൽ വേണം. ഒരു കാരണവശാലും നോക്കൂ ആ ദൃശ്യങ്ങൾ നോക്കൂ നിർഭൻ നൽകിയ ദൃശ്യങ്ങൾ നോക്കൂ. കോൺഗ്രസിന്റെ കൊടിയാണ് ആംബുലൻസിന് മുന്നിൽ നാട്ടിവെച്ചിരിക്കുന്നത്. എന്നിട്ട് വലിയ അന്തസ്സോടുകൂടി അതിന്റെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവൻ അവിടെ പിടയുമ്പോൾ നോക്കൂ ആ ദൃശ്യങ്ങൾ തന്നെ സാക്ഷി.